എന്റെ ചേട്ടാ പെട്ടെന്ന് വണ്ടി ഓടിക്ക്. ഇവിടെ ഉരുളുപൊട്ടലുണ്ടാകുന്ന സ്ഥലമാണെന്നാ പറയുന്നത്. ഇടി ഉള്ളുപൊട്ടലുണ്ടാകുന്ന സ്ഥലമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറപ്പിക്കാൻ പറ്റുമോ? വണ്ടി മാക്സിമം സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് വന്ന് ശാന്തേച്ചി ഇതിനേക്കാൾ സ്പീഡ് വണ്ടി ഓടിക്കുമെന്ന്. എന്റെ പണി ഇത്ര സ്പീഡൊക്കെ മതി, ഇതുതന്നെ സ്പീഡ് കൂടുതൽ അന്നേരവാ എനിക്ക് പേടിയാവുന്നു. ഇത്ര സ്പീഡ് അങ്ങനെ കുറച്ച് സ്പീഡാണ് എനിക്ക് സ്പീഡല്ല ഇഷ്ടം. എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളാ. എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലമാ. ഓ ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറയുന്നത് ഉരുളുപൊട്ടൽ എന്ന് പറ. മനുഷ്യൻ എന്താ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് ലാൻഡ് സ്ലൈഡ്. ഓ നമ്മൾ എമ്പുരാൻ കണ്ടിട്ട് വരുന്നുണ്ട്. ഇനി ഈ പാട്ടായിരിക്കും ഇനി മൊത്തം. നല്ല സിനിമയായിരുന്നില്ലേ മോളെ? അത്യാവശ്യം രാഷ്ട്രീയം കാര്യങ്ങളും ഒക്കെ അല്ലേ, പലർക്കും പല ഇഷ്ടമല്ലേ. അയ്യോ അങ്ങോട്ട് നോക്കിക്കോ, ആകാശം ഇരുണ്ട് മൂടി കിടക്കുന്നു. എന്തിനാ എത്ര ദൂരമുള്ള തിയേറ്റർ ബുക്ക് ചെയ്യാൻ പോയത്? ഇതെന്തോ ഇത് മലമുകളിൽ കൂടെ വേണമല്ലേ നമ്മൾ പോകാന്? പിന്നെ ഈ ചേട്ടനാ ദൂരെയുള്ള തിയേറ്റർ ബുക്ക് ചെയ്തത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും തിയേറ്റർ മതിയെന്ന്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാടി. എന്തായാലും എമ്പുരാൻ കാണാൻ പോയില്ലേ, എന്നാ പിന്നെ ദൂരെയുള്ള തിയേറ്റർ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ആ തിയേറ്റർ ബുക്ക് ചെയ്തത്. ഇത്ര ഇടിയും മഴയൊക്കെ വരുമെന്ന് ഞാൻ അറിഞ്ഞു. നമ്മൾ തിയേറ്ററിൽ നിന്നപ്പോഴത്തേക്ക് പുറത്ത് ഭയങ്കര ഇടിയും മഴയായിരുന്നു. ഈ സ്ഥലമെല്ലാം കണ്ടില്ലയോ? മഴയെല്ലാം കഴിഞ്ഞതാ, എന്നാലും നിന്റെ അടുത്ത മഴ പിന്നെയും വരുവാ. അതുകൊണ്ടാ പറഞ്ഞത് ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്ന്. നേരത്തെ ഒരു മഴ വലിയ മഴ അങ്ങോട്ട് കഴിഞ്ഞു, എന്നിട്ട് വെള്ളമൊക്കെ കുത്തി ഒലിച്ച് ഒഴുകുന്ന കണ്ടില്ലയോ? ഇനി അടുത്ത മഴയും വരുവാ. അയ്യോ നമ്മൾ പോകുന്ന വഴിക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഉള്ളതും കൂടാണെങ്കിൽ എനിക്ക് വയ്യ, മൊത്തം ഉരുള് പൊട്ടും. അയ്യോ പേടിയാവുന്നു. ചേട്ടാ ചവിട്ടിക്ക് ചവിട്ടിക്ക്. എന്ത് ചവിട്ടാനോ? ചേട്ടാ ഇവിടെ വണ്ടി നിർത്താനേ, എന്നിട്ട് അങ്ങോട്ട് നോക്കിക്കാൻ മല ഇടിഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നു. എടി ഇങ്ങനെ നമ്മൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ, മലയിൽ നമ്മുടെ മണ്ടയ്ക്ക് വന്ന് വീഴും. അയ്യോ നിക്ക് ചേട്ടാ, ആ മലയുടെ കാര്യം ഒന്ന് തീരുമാനമാട്ടെ. എനിക്ക് ആടി അറിഞ്ഞിരിക്കുന്നോണ്ടിരിക്കുന്ന ആ മല കണ്ടിട്ട്. ശരി അച്ഛാ, കണ്ടിട്ട് ആ പാടെ ഒരു പന്തിയേട്. നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, അത് നോക്കട്ടെ. കണ്ടോ, ഞങ്ങൾ പറഞ്ഞപ്പോ കേട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ മണ്ടക്കെട്ട് വന്ന് വീണേ ആ മല ഇപ്പൊ. അയ്യോ നോക്കിക്കേ ഇത് വന്നത്. കണ്ടോ നോക്കിക്കേ, ജസ്റ്റ് മിസ്. നമ്മളിപ്പോ അതുവഴി പോയിരുന്നെങ്കിൽ നമ്മുടെ മണ്ടയ്ക്ക് തന്നെ വന്ന് അത് വീണേനെ. ഈ ചേട്ടൻ എനിക്ക് ഒരു ശ്രദ്ധയില്ല. പിന്നെ ആ മല ഇപ്പൊ ഇടിഞ്ഞു വീഴുമെന്ന് ഞാൻ അറിഞ്ഞോ? അതുകൊണ്ടാ ബുദ്ധിയുള്ളവർ പറഞ്ഞ് കേൾക്കണം ആദ്യം. ഇപ്പൊ സൈഡ് വഴി പോകാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തങ്ങനെ പിന്നെ ഇടിഞ്ഞു വീണാലോ? അത് തന്നെ, ഒരിടത്ത് മലയിടിച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന് ബാലൻസ് ആയിട്ട് പിന്നെയും മൊത്തം ഇടിഞ്ഞു വീഴും. പെട്ടെന്ന് പോയേട്ടാ നീ സൈഡിലൂടെ നോക്കിയിരിക്കും എവിടെങ്കിലും മല ഇടിഞ്ഞു വരുന്നുണ്ടോന്ന്. ഈ മല മൊത്തത്തിൽ പ്രശ്നങ്ങളാ. എങ്ങനെയെങ്കിലും ഈ മലകളൊന്ന് കരഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ പെട്ടുപോയെന്നാ തോന്നുന്നത്. മുന്നോട്ട് അങ്ങ് നോക്കിക്കേ, ദൂരോട്ട് അവിടെ റോഡ് കാണാൻ പറ്റുന്നില്ല, അവിടെ മൊത്തം വെള്ളം കയറി കിടക്കുന്നു. അയ്യോ ശരിയാന്നല്ലേ ചേട്ടാ പറഞ്ഞത്. നമുക്കിനി തിരിച്ചു പോകാനും പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യും നമ്മള്? അല്ലെങ്കിൽ കാറ് നിർത്തി ഇറങ്ങേണ്ടി വരും. ആ വെള്ളം കിടക്കുന്ന കണ്ടില്ലേ, അങ്ങോട്ട് റോഡില്ല. ഇനി ആ റോഡുള്ളവിടെ വരെ നമുക്ക് പോകാം, അല്ലാതെ ചെയ്യാനാ? ചേട്ടാ തിരിച്ചു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആ മലയിടിച്ച് ഭാഗത്ത് നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ചേർന്ന് വന്നത്, അതുകൊണ്ട് ഇനി തിരിച്ച് കാറ് പോകാൻ പറ്റുമോ? അടുത്ത വലിയ മഴ വരുക. എന്റെ ദൈവം, ഫ്രണ്ട് എന്തോ വെള്ളപ്പൊക്കം കാണുന്നത്. നീ പറഞ്ഞോ, കാറിനകത്തിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് എന്തായാലും ഇറങ്ങാം മോളെ. വീടുകളൊക്കെ ഉറച്ചു കേൾക്കുന്നുണ്ടോ മലവെള്ളപ്പാച്ചിലല്ലേ? ശാരദ ഇങ്ങോട്ട് പുറകോട്ട് മാറി നിൽക്ക്. ഇത് അങ്ങ് അറ്റത്ത് നിൽക്കില്ലേ? നമ്മളിത് ഇങ്ങോട്ട് മാറി വെച്ചു പുറകോട്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല, അത് എങ്ങോട്ടെങ്കിലുമൊക്കെ വീഴും. എങ്ങനെയെങ്കിലും നമുക്ക് അക്കരെ എത്താൻ പറ്റിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. നമ്മൾ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വാ, നമുക്ക് ആ മറ്റേ വഴി പോയി നോക്കാം. ഈ പുഴ നമുക്ക് നീന്തി കിടക്കാൻ നോക്കാം. വാ. ഈ ചേട്ടന് എന്തെന്ന് പറയുക, ഈ പുഴ എങ്ങനെ നമ്മൾ നീന്തി കിടക്കും? ഇപ്പൊ കാല് വെച്ചപ്പോ തന്നെ മുട്ടിന് വേണ്ടിയുണ്ട് വെള്ളം. നടുക്കോട്ട് പോകുമ്പോ പിന്നെ ഭയങ്കര ആഴമായിരിക്കത്തില്ലേ? നമ്മളെ കൊണ്ട് രക്ഷിക്കുമെന്ന് ചോദിച്ചു നോക്കായിരുന്നു അവരോട്. അയ്യോ അയ്യോ രക്ഷിക്കോ, ആരും നമ്മളെ കൊണ്ടുപോകുന്നേ. എല്ലാരും പുറത്ത് പിടിച്ചോ. അങ്ങനെ ആരെ കാരണം നമ്മൾ ഇക്കരെ എത്തിപ്പെട്ട് രക്ഷപ്പെട്ടു. വള്ളവും വേണ്ടി വന്നില്ല, ഒന്നും വേണ്ടി വന്നില്ല. ആരും നമ്മളെ ഇവിടെ എത്തിച്ചു.